ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളിലും ദാരിദ്ര്യവും ഭവനരഹിതത്വവും പരിഹരിക്കാനാവാത്ത സാമൂഹിക പ്രശ്നങ്ങളായി നിലനിൽക്കുമ്പോൾ യൂറോപ്പിലെ കൊച്ചു രാജ്യമായ സ്വിറ്റ്സർലൻഡ് തികച്ചും വിപരീതമായൊരു മാതൃക ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യത്തെ കേവലം ഒരു സാമ്പത്തിക പ്രശ്നമായി കാണുന്നതിന് പകരം അത് വ്യവസ്ഥാപിതമായി നിരോധിക്കപ്പെടേണ്ടതും ഒരു പൗരനും അനുഭവിക്കാൻ പാടില്ലാത്തതുമായ ഒരു അവസ്ഥയായിട്ടാണ് സ്വിസ് ഭരണകൂടം കണക്കാക്കുന്നത്. എല്ലാവർക്കും സുരക്ഷിതമായ പാർപ്പിടം, അത്യാധുനിക വൈദ്യസഹായം, മാന്യമായ അടിസ്ഥാന സാമ്പത്തിക സഹായം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ ഈ രാജ്യം തങ്ങളുടെ പൗരന്മാർക്കൊരു ശക്തമായ സാമൂഹിക സുരക്ഷാ വലയം തീർത്തിരിക്കുന്നു. ഇതിന്റെ ഫലമായി ദാരിദ്ര്യത്തിന്റെയും ഭവനരഹിതത്വത്തിന്റെയും നിരക്ക് സ്വിറ്റ്സർലാൻഡിൽ മിക്കവാറും ഇല്ലാതായെന്ന് പറയാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഒരാളെയും കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്ന ഈ സംവിധാനമാണ് സ്വിറ്റ്സർലാൻഡിനെ ആഗോളതലത്തിൽ ഒരു മാതൃകാ രാഷ്ട്രമായി തല ഉയർത്തി നിർത്തുന്നത്. വീട് നഷ്ടപ്പെട്ടാൽ സർക്കാർ നൽകും. നിയമം വ്യക്തമാണ്. ഒരാൾക്ക് വീട് നഷ്ടപ്പെട്ടാൽ സർക്കാർ അവർക്ക് വീട് നൽകണം. ഈ രാജ്യത്ത് ഭവനരഹിത അവസ്ഥ നിലവിലില്ല. കാരണം സർക്കാർ പിന്തുണ ഇവിടെ നിർബന്ധിതമാണ്. മാത്രമല്ല, സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന സഹായം ആരെങ്കിലും നിരസിക്കുകയാണെങ്കിൽ അവരെ നാട് കടത്താൻ പോലും നിയമം അനുവദിക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ നഗരങ്ങൾ ആവശ്യക്കാരായ താമസക്കാർക്കായി പ്രത്യേക പിന്തുണ ഫണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഒരാൾ തൊഴിൽ രഹിതനോ ബുദ്ധിമുട്ടുന്നവരോ ആണെങ്കിൽ ഈ ഫണ്ടുകൾ പലവിധ സഹായങ്ങൾ നൽകും. ഭവന നിർമ്മാണം, വൈദ്യ പരിചരണം, പുതിയൊരു തൊഴിലിനായുള്ള പുനർപരിശീലനം എന്നിവ പോലും സംസ്ഥാനം വഹിക്കും. പൗരന്മാർക്കും രാജ്യത്തെ താമസക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ഈ ശക്തമായ ഘടനാപരമായ പിന്തുണ സംവിധാനത്തെ ആശ്രയിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. ഉയർന്ന വരുമാനവും ജീവിത ചെലവും. സ്വിറ്റ്സർലൻഡ് ലോകത്ത് ഏറ്റവും ഉയർന്ന ശമ്പളവും ഉദാരമായ സാമൂഹിക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന രാജ്യമാണ്. ശരാശരി പ്രതിമാസ ശമ്പളം ഏകദേശം 7,000 യൂറോ മുതൽ 8,000 യൂറോ വരെയാണ്. അതായത് ഏകദേശം 7.25 ലക്ഷം മുതൽ 8.28 ലക്ഷം രൂപ വരെ. കുറഞ്ഞ വേതനം പോലും പ്രതിമാസം 4,000 യൂറോ ആണ്. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ ഒരാളുടെ അവസാന ശമ്പളത്തിന്റെ 80% വരെ എത്താമെന്നത് അവിടുത്തെ സാമൂഹിക സുരക്ഷാ വലയം എത്ര ശക്തമാണെന്ന് തെളിയിക്കുന്നു. എന്നിരുന്നാലും ഈ ഉയർന്ന വരുമാനം രാജ്യത്തെ ഉയർന്ന ജീവിത ചെലവുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നാണ് ശ്രദ്ധേയം. കർശനമായ നിയമങ്ങളും സുരക്ഷയും. രാജ്യത്ത് ശുചിത്വവും ക്രമവും നിലനിർത്താൻ സ്വിസ് സർക്കാർ കർശനമായ നിയമങ്ങൾ നടപ്പാക്കുന്നു. ഒരു സിഗരറ്റ് കുറ്റി ബിന്നിന് പുറത്ത് വലിച്ചെറിയുന്നതിന് 3,000 യൂറോ വരെയും, തെരുവുകളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 10,000 യൂറോ വരെയും പിഴ ഈടാക്കാം. ഈ കർശന നിയമങ്ങൾ കാരണം കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറവാണ്. രാജ്യത്ത് സുരക്ഷ വളരെ ഉയർന്ന നിലവാരത്തിലാണ്. പോലീസ് പലപ്പോഴും ആയുധങ്ങൾ പോലും കൊണ്ടുപോകാറില്ല എന്ന വസ്തുത സ്വിറ്റ്സർലൻഡിന്റെ സുരക്ഷാ നിലവാരം വിളിച്ചോതുന്നു. കാര്യക്ഷമതയുടെ രഹസ്യം എന്തെന്നാൽ ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. ആളുകൾ ഓർഡർ ചെയ്ത പുതിയ ഐഫോൺ പോലും മെയിൽമാൻ മെയിൽ ബോക്സിന് മുകളിൽ വെച്ചു പോകുന്ന സംഭവങ്ങളും പതിവാണ്. അത് സുരക്ഷിതമായി അവിടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു കാര്യം. സ്വിസ് ജനത വളരെ ഉത്സാഹമുള്ളവരും വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്നവരും മനസാക്ഷിയുള്ളവരുമാണ്. ലോകത്തിലെ എല്ലാ ആഡംബര വാച്ച് ബ്രാൻഡുകളും സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ ചെറിയ ജനസംഖ്യയും ഭരണകൂടത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നുണ്ട്.